അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പാകമെല്ലാം കറക്റ്റായിട്ട് മസാലയിൽ പൊതിഞ്ഞ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം വെന്ത് ചാറൊക്കെ ഏതാണ്ട് പറ്റി. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. 1/4 കപ്പ് വെള്ളം ധാരാളം മതിയാകും. അതിൽ കിടന്ന് പാത്രം അടച്ചിട്ടിട്ട് വേവിക്കുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തു. പിന്നെ അടുപ്പ് മാറ്റി വെള്ളം വറ്റാനുണ്ടെങ്കിൽ അല്പസമയം കൂടി അടുപ്പിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നൊരു പാകം. അങ്ങനെ നമ്മുടെ നല്ല മല്ലിയുടെ മണമാണ് വരുന്നത്. കോഴി മല്ലിക്കുഴമ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി മല്ലിയാണല്ലോ പ്രധാന തീം, അതുകൊണ്ട് തന്നെ മല്ലിയിലയാണ് അതിന് ഏറ്റവും പറ്റിയൊരു അലങ്കാരവും അതിന് ഇടയിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിടക്കാൻ പറ്റിയൊരു ഇലയും. ധാരാളമായിട്ട് മല്ലി ഇല അതെത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ കറിവേപ്പില അല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, മല്ലിയില തന്നെയാണ്. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. പണി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായൊരു ചിക്കൻ മല്ലിക്കുഴമ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് എന്താണ് പറയുന്നത്, കുഴമ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ അരപ്പൊക്കെ ഇങ്ങനെ കുഴമ്പ് മാതിരി ഇതിലിങ്ങനെ പുരണ്ടിരിക്കുന്ന ഒരു പാകം. ഇനി ഇതിൻ്റെ അരപ്പ് കുറച്ചുകൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നേരത്തെ അടുപ്പിൽ നിന്ന് മാറ്റും. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക പുരണ്ടിരിക്കുന്നൊരു പാകം മാത്രമാണ്. ഇനി ഇച്ചിരി കൂടെ അരപ്പ് ഇങ്ങനെ ലൂസായിട്ട് വേണം. കുഴമ്പ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അല്പസമയം കൂടി മുന്നേ എടുക്കുക, അല്ലെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഇത് ചെയ്യാനും പറ്റും. എങ്ങനെ വേണമെങ്കിലും ആകാം. അരപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ക്രമീകരിക്കും. അങ്ങനെ നമ്മുടെ കോഴി മല്ലിക്കുഴമ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് ചോദിച്ചാൽ ഇത് നല്ല ചോറിൻ്റെ കൂടെ, നല്ല ചമ്പാവരി ചോറിൻ്റെ കൂടെ, അല്ലെങ്കിൽ നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ, അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പം, ഇടിയപ്പം, പിന്നെന്താ കപ്പ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ, കപ്പ വേവിച്ചത്, ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയാണ്. ഒരു നാടൻ സ്വാദ് തന്നെയാണ്. അപ്പോൾ അത് വെളിച്ചെണ്ണയിലും ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലാകാം. പിന്നെ കറിവേപ്പില ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് മല്ലിയിലയാണ് ഇതിന് കൂടുതൽ യോജിക്കുന്നത്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കുക. പിന്നെ ഇതിൻ്റെ ചാറിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക, കുറയ്ക്കുക. മുളകിൻ്റെ അളവും 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അത് ഇഷ്ടാനുസരിച്ച്, അത് ഇഷ്ടാനുസരണം ക്രമീകരിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പിന്നെ കുറച്ച് ക്ഷമയോടുകൂടി ഇത് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കാമിലൂടെ കാണാം.